ഞാനിന്ന് വന്നിട്ടുള്ളത് ഏറ്റുമാനൂർ ലോഡ്ജിലാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നു നമ്മുടെ ഒരു വീഡിയോക്കകത്ത് ഒരു പയ്യനെ. അപ്പോൾ ആദ്യം പേര് എന്നോട് ചോദിച്ചിരുന്നു വൈകിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ട ഫുഡ് ഇവിടെ ഉണ്ടാക്കിയാലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചു. അവനൊരു ഐഡിയ ഒന്നുമില്ല എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കൊരു സാമ്പാർ ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നേരെ അടുക്കളയിലോട്ട് കയറി പരിപാടി അങ്ങോട്ട് തുടങ്ങി. സാമ്പാറിന് വേണ്ടിയുള്ള ഇതാണ്, കറികളെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് വീട്ടിൽ നിന്നൊരു കോൾ വന്നു. വീട്ടിൽ നിന്ന് വൈകിട്ട് കോളുള്ള കേട്ടോ. അച്ഛനും അമ്മയ്ക്ക് എൻ്റെ ഒരു സൗണ്ട് കേൾക്കണേ. അപ്പോൾ അവരോട് സംസാരിച്ച് കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് പിന്നെയും കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. കുറേ നേരം അച്ഛനും അമ്മയായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെയും ശേഷം നമ്മൾ നമ്മുടെ പണിയിലേക്ക് പിന്നെയും കിടക്കുകയാണ്. നമ്മൾ പിന്നെ എടുത്തിട്ടുള്ള വെള്ളരിയാണ്. വെള്ളരിയുടെ തൊലി നല്ലതായിട്ട് ചെത്തിക്കളഞ്ഞ് നമ്മളതൊന്ന് കഴുകി നന്നായിട്ട് ചെത്തിക്കളഞ്ഞ ശേഷം അതിൻ്റെ അകത്ത് കുരുകളെല്ലാം കുത്തിക്കളയണം. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലേറ്റിലേക്ക് ഇടും. അത് നന്നായിട്ടൊന്ന് കഴുകും. പിന്നീട് വീണ്ടും ഒന്നുകൂടെ ശേഷം നമ്മൾ പിന്നെ എടുക്കാൻ പോകുന്നത് പയറിപ്പ് വേണ്ട. പിന്നുള്ളത് കായ എടുക്കാം. കായ എടുത്ത് നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കയ്യിലിട്ട് നോക്കുന്നുണ്ട് ലേശം കറ ഉണ്ടാവും. അത് നമ്മൾ സാരാക്കണ്ട. നന്നായിട്ട് തൊലി ചെത്തിക്കളയുക. അത് ശേഷം അതും നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. ശേഷം നമ്മൾ എണ്ണ ചൂടാക്കണം. എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കടുക് പൊട്ടിക്കണം. അങ്ങനെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം മറന്നത്. സവോളയും കൂടെ ഇടാൻ കേട്ടോ. അത് ഞാൻ മറന്നുപോയി. അപ്പോൾ സവോള വെട്ടി എരിഞ്ഞ് നമ്മൾ നേരെ പാത്രത്തിലേക്ക് തട്ടി അവസാനം ഇതെല്ലാം കൂടെ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ തട്ടി മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനാണ് വേറൊരു കാര്യം മറന്നുപോയത്. മുളകിടാൻ മറന്നു കേട്ടോ. പിന്നെ രണ്ടാമത് മുളക് കഴുകി പിന്നെ കൊത്തി എരിഞ്ഞ് അതെല്ലാം കൂടെ ആ പ്ലേറ്റിലേക്ക് പിന്നെയും പാത്രം പൊക്കി അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നൈസായിട്ട് ഇളക്കി നമ്മൾ മാറ്റി വെക്കാൻ തീരുമാനിച്ചു. കാരണം മുളകിൻ്റെ ആ ടേസ്റ്റ് അതിൽ പിടിക്കണമല്ലോ. നമ്മൾ മുളക് ലാസ്റ്റാണ് ചേർത്തത്. എനിക്കിതിനെക്കുറിച്ച് വലിയ വശമില്ലേ. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണം നേരെ കൈ കഴുകുക, നേരെ പ്ലേറ്റ് എടുക്കുക, നേരെ എന്നിട്ട് നമ്മൾ പോയി ചോറ് കുറച്ചെടുക്കുക. ചോറ് കഴിപ്പോൾ പിന്നെ വൈകിട്ട് കുറവാണ് കേട്ടോ പൊതുവെ. അപ്പോൾ ശലം ചോറ് കഴിക്കാറുള്ളൂ. ഇന്ന് പിന്നെ എൻ്റെ കറി ആയതുകൊണ്ട് കുറച്ചും കൂടെ ചോറ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ചോറെല്ലാം നമ്മളെടുത്തു. ഞാനുണ്ടാക്കിയ കറിയാണെങ്കിൽ സാമ്പാർ മാത്രം ഉള്ളല്ലോ എന്ന ദുഃഖത്തിൽ ഞാൻ വരുമ്പോഴത്തേനാണ് ആദ്യം ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നേക്കുന്നത്. ഞാൻ ആ പൊതി അഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മതി കെട്ടി വെച്ചേക്കുന്ന ഒരിക്കലും അഴിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ലാസ്റ്റ് അതെല്ലാം അഴിച്ച് ചോറിൻ്റെ കൂടെ ആ ചിക്കൻ്റെ പൊടിയും ചിക്കൻ്റെ അതും കൂടെ കുറച്ച് സവോളയൊക്കെ വെച്ചിട്ട് കഴിച്ചങ്ങോട്ട്